അല്ലെ നല്ല അടിച്ച ചൂട് ചായ പിടി. എന്താടേ ഫുള്ള് ടെൻഷൻ അടിച്ചിരിക്കുന്നത്? നെഗാണല്ലോ. വിടറേ, അതൊന്നുമില്ല. അളിയാ നീ ടെൻഷൻ അടിക്കുക, കാര്യം പറ. അളിയാ ചോദ്യങ്ങളില്ലാതെ ഒരു ഉത്തരങ്ങളില്ല, നീ ഈ ബിനീഷിനോട് കാര്യം പറ. മിണ്ടാറേ, ഇവിടെ മനുഷ്യന്മാര് ടെൻഷൻ അടിച്ചിരിക്കുക. അളിയാ നിന്റെ ടെൻഷനൊക്കെ പറയാനായിട്ട് ഞാനൊരു ബ്രില്യൻ്റ് ഐഡിയ വരട്ടെ. 2 മുട്ട പപ്സ് പറഞ്ഞിട്ട് എടുക്കട്ടെ? ഓഫീസിലൊരു പുതിയ അവതാരം വന്നിട്ടുണ്ട്. അവന്റെ പേര് വിജേഷ്. ഓ, പേര് കേട്ടാലേ അറിയാം, മനേഷ്. അവന്റെ ഉദ്ദേശം എന്തെന്നറിയാം? എന്റെ തകർച്ച. ഓ ഡാർക്ക്. കഴിഞ്ഞ 3 മാസം ഈ അഴുക്ക പയലാണ് സീസന്റെ ടോപ്പർ. ഓ നമ്മുടെ GK ബോസിന് പാപം മതി. ഓഫീസിലെ എല്ലാരും ഇപ്പൊ അവന്റെ തലയിൽ വെച്ചിട്ടാണ്. ഓ ഇപ്പൊ അതാണ് നിന്റെ പ്രശ്നം. ഇതെന്തിനെന്നറിയാം? താക്കോല്. അങ്ങനെ വെറും താക്കോലല്ല, ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് പവർ ആൻഡ് ട്രസ്റ്റ്. വെഞ്ഞാറ പൂടത്ത് കയറി വന്ന അന്ന് മുതല് 4 കൊല്ലമായിട്ട് പൂതനിധി കാക്കണമല്ല കാത്ത താക്കോലാണ്. എന്നിട്ട് GK ബോസ് എന്റെ അടുത്ത് പറയാണ് ഇത് അവനെടുത്ത് കൊടുത്തേക്കണേന്ന്. അവൻ കൊണ്ടുപോട്ടെ. കൊണ്ടുപോട്ടാ. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ല. അളിയാ പാപ്സ് തീർന്നല്ലോടാ. കുഞ്ഞമ്മയുടെ പാപ്സ് അവൻ്റെ ഉള്ളോണി അതും കൊടുക്കാം നമുക്ക്. കൊടുത്തിരിക്കും, കൊടുക്കാം നമ്മള്. വന്നല്ലോ. അളിയാ മുട്ട പപ്സ് വന്നെന്റെ കാലം. വരട്ടാ. നീ സാധനത്തിൽ നോക്ക്. സുമേഷേട്ടാ, പപ്സൊക്കെ തിന്നിരിച്ച കൊച്ചു കള്ള. ഹായ് ബ്രോ, ഞാൻ സുമേഷേട്ടന്റെ കൊളീഗാണ്. പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. കൊച്ചു കള്ള. ചേട്ടൻ എന്താ പരിപാടി? ബിനീഷിന് പല പരിപാടിയുണ്ട്. പിന്നെ ഒരു IT കമ്പനി ജോലിയുണ്ട്. ആഹാ, ആരെ ബിനീഷ്? ഞാൻ ഞാൻ വിചാരിച്ചു വേറെ. സുമേഷേട്ടാ, മറ്റേ കീന്റെ കാര്യമില്ലേ GK ബോസ് പറഞ്ഞിട്ടാ. എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ? എനിക്കെന്തൊരു ദേഷ്യം കൊണ്ടോ. എന്ത് ചെയ്യാനാ ബിനീഷേട്ടാ, കമ്പനിയിൽ ഇപ്പൊ ഞാൻ തന്നെ മതിയെന്നേ. ശരിയാക്കി തവടാ. ലക്ഷ്മി വിളിക്കുന്നു. ഹായ് ലക്ഷ്മി. How are you da? Don't get upset yeah. I want to win na. തന്നോന്ന് സ്വിമ്മിങ് പഠിക്കണമെന്നോ? പിന്നെന്താ, നിങ്ങൾ സ്വിം സ്യൂട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിക്ക്, ഞാൻ വരുമല്ലേ. നമുക്ക് സ്വിം ചെയ്ത് പൊളിക്കാം. ബൈ ഡാ. ചേട്ടാ ഒന്നും തോന്നല്ലേട്ടാ, അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോണം. നമ്മുടെ ലക്ഷ്മി ഇല്ലേ, അവൾക്ക് സ്വിമ്മിങ് പഠിക്കണമെന്ന്, അവളുടെ ഫ്രണ്ടിനും സ്വിമ്മിങ് പഠിക്കണമെന്ന്. ചെയ്യാനാ, അതിന് ഞാൻ തന്നെ വേണം. ഓക്കെ ബൈ ഗായ്സ്. പാടി കുളിക്കും അവനെ വിടരുതടാ. എന്നാ പട്ടിഷോടാ അവൻ. കേട്ടിരുന്നേ, എനിക്ക് വരെ അടിനെ ഇങ്ങനെ കത്തി കൊണ്ട് കയറി. അവൻ്റെ അമ്മൂമ്മയുടെ ഒരു സ്വിമ്മിംഗ് പൂളിൽ 2 പെൺപിള്ളേരും ലയച്ചൻ. എടാ നിനക്കറിയോ, എൻ്റെ ഓഫീസ് പോയാലും അക്കീ പോയാലും ഞാൻ ക്ഷമിക്കും. പക്ഷെ എൻ്റെ ലക്ഷ്മീനെ അഴുക്കപ്പല്ലി സ്വിമ്മിങ്ങിനെ കൊണ്ടുപോയാൽ ഞാൻ ക്ഷമിക്കൂലടാ. അവരുടെ എന്തായാലും പണി കൊടുക്കും കേട്ടറാ. എന്തെങ്കിലുമൊക്കെ കൂടോത്രം ചെയ്ത് ഈ ബാധേനൊന്ന് ഒഴിപ്പിച്ചതാടാ. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? കൂടോത്രം കിട്ടി മോനെ, കിട്ടി. ഐഡിയ കിട്ടി. അവൻ കുളം തൊട്ടി പണ്ടാറടങ്ങി പോണം പോരെ. കം ലെറ്റ്സ് ഗോ. എല്ലാം സെറ്റ് പോരെ. ഈ ഫിനിഷ് ഏറ്റടാ. Remained off strike for a long period of time. Oh! Finds the gap. Roll. That is brilliant. What a magnificent three balls he's faced for 11 runs. Yes. Hey. തോമാ പ്ലീസ് ഡാ, കഥ തുറക്കടാ. കോഹ്ലി ബാറ്റ് ചെയ്യടാ പ്ലീസ്. ഏതവനാ? കുക്കുത്തണ്ടി അങ്ങനെ ആയിരിക്കും.
ഇതിനാ പാത്രമൊക്കെ പിടിച്ചോണ്ട്. ഞാൻ ആ കുക്കുവാന്ന് വിചാരിച്ച. വാ, ഇതാരാ? എടാ ഇതെന്റെ കൂട്ടുകാരൻ സുമേഷ്. എടാ, ഇത് സോളമൻ. വാ വാ. ഇതാണ് നമ്മുടെ കോലിക്കുട്ടൻ. ഇത് സുമേഷ്, ഓഫീസിനടുത്തുള്ള. എന്താ ഇവ ഇങ്ങനെ ഇരിക്കണത്? ഡൈഹാർഡ് കോലി ഫാനാ. ഈ കളി എഴുന്നേരം വരെ ഈ പ്രാന്തൻ എങ്ങനാ. അമ്മച്ചി അയ്യോ സോറി എന്തോ നാടാ ഇത്? Sorry. ആളെ പേടിപ്പിക്കും. കളിയാവോ? ഇപ്പൊ വീണേനെ. ഇതെന്നാ ഒരാൾക്കൂട്ടം. ഇന്നത്തെ കളി പൊളിക്കും കേട്ടോ. ഓ ജയിച്ചാതി. ആ നമ്മുടെ കുക്കുമോൻ വന്നല്ലോടാ. ആർക്കുണ്ടോ പണി കൊടുത്തിട്ടുള്ള വരവാണല്ലോടാ. സുമേഷ്. ഇതാണ് നമ്മുടെ കൊക്കു. കുട്ടൻ കുണ്ടനാ. കുട്ടൻ കുണ്ടനാണോ? കുട്ടൻ കുണ്ടനാ. കുണ്ടറാ. ഓ കുണ്ടറ. ഞാൻ വലിയ ആളാ. നമുക്ക് പരിചയപ്പെടണ്ട. ഇവനെ കൊണ്ട് കൊറേ പണിയുള്ളതാ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എടാ നിക്കടാ. എടാ നീ കാര്യം എന്നൊന്ന് പറ. സമ്മതിച്ചു. നീ പ്രശ്നം എന്താന്ന് പറ. ഇവിടെ പ്രശ്നമാണ്. ഇവനോട് വന്ന് കേറിയപ്പോ തൊട്ട് മനുഷ്യന്റെ മനസ്സമാധാനം പോയി. നീ വന്ന് കാണും. കഴിഞ്ഞ ആഴ്ച ഈ തെണ്ടി ഇവിടെ വന്നിട്ട് അവന്റെ താടി ആട്ടിക്കൊണ്ടൊരു ചോദ്യം, എന്നാ അരുതാവോ പച്ചാപ്പുവാന്ന്. സീന് കിടക്കുന്ന കടപ്പ് കണ്ടോ? പുഷ്പിച്ച് പൂത്തുലഞ്ഞ് എന്റെ മിനി പൂന്തോട്ടം ദേ കിടക്കുന്നു, കരിഞ്ഞു തൊലിഞ്ഞു ആറ്റമ്പോ വിട്ടോനെ. പക്ഷെ അത് ഞാൻ ക്ഷമിച്ചു. അവർ പ്രണയിച്ചുല്ലസിച്ച് സന്തോഷിച്ച് ജീവിച്ചിരുന്നവരാ. അതിനിടയ്ക്ക് അവരൊരു ചെകുത്താനെ പോലെ കയറി എന്നവന്റെ സാമാനം വീണ്ടും ആട്ടിക്കൊണ്ട് അവൻ പറയുവാ, ചങ്കുപൊട്ടിയുള്ള നിപ്പ് കെട്ടില്ല അവിടെ. ഭക്ഷണം കഴിച്ചിട്ട് തന്നെ എത്ര ദിവസം. കണ്ടോ കൊല്ലണ്ടാ ഞാൻ അവനെ കൊല്ലണ്ടേ. പോട്ടറാ. അവനെ പോയി എടുത്തു. വിധിയെ തടുക്കാൻ ആർക്കും പറ്റില്ലല്ലോ. എന്തൊരു നാറ്റാടാ. ഓ പിന്നെ നീയൊക്കെ മുല്ലപ്പൂ ഇട്ടിട്ടാണല്ലോ പിന്നെ വരാറ്. നീ വേഗം വന്നേ, അവിടെ കോഹ്ലി സെഞ്ചുറി അടിക്കാറായി. വാ. ഓ പുല്ല്. ഓ ആദ്യം ഒന്ന് പാർക്ക് ചെയ്യട്ടെ, എന്നിട്ടെല്ലാം പറയാ. എങ്ങനാടെന്ന പയ്യനാ. അവിടെ എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തേ. പതിയെ പതിയെ. അമ്മച്ചി. അമ്മേ ഞാൻ കുട്ടപ്പായി. ഞാൻ സുമേഷ്. എന്തൊരു പറ്റിയത്? ഒന്നും പറയണ്ട. കഴിഞ്ഞ ആഴ്ച ഞാൻ കുക്കുമായിട്ടൊന്ന് ജിമ്മി പോയതാ. അയ്യോ മോനെ, ഉള്ളപ്പം എടുക്കരുത് എങ്ങനെയാ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്ക്. സിമ്പിള്. എന്റെ മസില് നോക്ക്. ഒരു കുഴപ്പമില്ല, ഇനിയാവും. ഓ അത്രേ പറ്റുള്ളൂ. ഇതൊക്കെ ഉള്ള എന്നെ. ഉള്ളതോ ഇതൊക്കെ എന്ത്? ഇവന്റെ പഴയ കഥ കേട്ടാ നീയൊക്കെ കിടങ്ങും. ഇവന്റെ അമ്മാവൻ നാട്ടിലെ ഒരു പേരിയുടെ ഒരു വെടിക്കെട്ടുകാരനാണ്. വെടിക്കെട്ട? അതല്ല, വെടിക്കെട്ട്. പുള്ളി ഇവനായിട്ട് ഒരു ദിവസം ഒരു ഉത്സവത്തിന് വെടിക്കെട്ടിന് പോയി. പുള്ളിയുടെ വെടിക്കെട്ടൊക്കെ കണ്ടുവരുന്നപ്പം ഇവനെ അറിയാലോ, ഇവന്റെ കണ്ണുകളി. ഇവനാണ് പുള്ളിയെ നോക്കിട്ട് അയ്യോ എന്നാ വെടിക്കെട്ടാന്ന്. അടുത്ത കഥയുടെ കൂടെ ഒറ്റ പോക ബൊമ്മ പൊളി പോയിട്ട് പൊട്ടി. അടുത്തൊരു കൂടെയാണ് നേരെ താട്ട് വന്നത്. നാട്ടുകാരിൽ കണ്ടോണ്ടിരിക്കല്ലേ. അന്ന് തൊട്ട് ഇവന് പിന്നെ ഭയഭക്തി ബഹുമാനങ്ങൾ നാട്ടുകാരൻ കൊടുത്തു. ഭയങ്കരം തന്നെ. എടാ മതിയടാ, വെറുതെ തന്നെ പറയല്ലേ. കളി കണ്ടോണ്ടിരിക്കും. അടുത്ത ബോൾ 6 നോക്കിക്കോ. പൊളി
അടിപൊളി. Yes, Kohli. അയ്യോ. കോഹ്ലി എന്നാ batting ആ. ഓമ്പി ഔട്ടോ Yes. ഞാൻ Yes. Yes. Come on, come on, come Come on. on, Kohli. Come on. Come on, Yes. Kohli. Kohli out. Dangerous for Kohli. He's going back to the dressing rooms. What a massive run given the huge wicket there for Australia. Mitchell Johnson. എടാ അവരെ പിടിയടാ. അടിയാ കണ്ട്രാ. കൊണ്ടുപോയി എടാ, പിടിയടാ. അമ്മോ, okay അല്ലേ അളിയാ? അതാ. ചളിയാ. എടാ, എടാ, ചൊപ്പമോറ. എടാ, അവന്റെ അമ്മൂമ്മന്റെ സാമാനാട്ടല്. വാടേ കളിയാ. സെറ്റ് അളിയാ സെറ്റ്. എനിക്ക് കത്തി. ഇതാണല്ലേടാ നിന്റെ വസ്മാസുരൻ. കളിയാ ആയിട്ട് പിടി. ഫിനിഷ് പറഞ്ഞല്ലടാ ഡീലാ. ആ. അവന് 2 ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിട്ട് അവനെ കൊണ്ട് പറയിപ്പിച്ചാ പോരേടേ. എടാ ദരിദ്രവാസി, എടാ ഇതൊക്കെ അവൻ സ്വന്തമായിട്ട് പറയണം. അവന്റെ ആട്ടില്ലേ അത് സ്വന്തമായിട്ട് പറഞ്ഞാലേ ഇത് വർക്കൗട്ട് ആകത്തുള്ളൂ. എങ്കിലേ പവർ വരൂ, മനസ്സിലായോ? ഓ അനിപ്പോ എന്തിരിയേ? അവന് നീ ശനിയാഴ്ച ഓഫീസിൽ കാണത്തില്ലേ? ഓ പിന്നെ ഞാനും കാണും അവനും കാണും. അന്ന് എന്റെ ഓഫീസിലെ ടെൻഡർ സബ്മിഷൻ ആണ്. ഞാനും കുക്കും ഓഫീസിൽ വരുന്നു. നമ്മള് രണ്ടൂടെ മറ്റവനെ പറ്റി പോക്കി പോക്കി പറയുന്നു. ആ ഒടുവിൽ കുക്കുവിന്റെ കണ്ണ് തള്ളുന്നു. അവന്റെ സുന നാച്ചുറൽ ആട്ടുന്നു. അവൻ 8ന്റെ പണി കിട്ടുന്നു. അവൻ ഫിനിഷ്. എപ്പിടി അവൻ ഔട്ട് കംപ്ലീറ്റ്ലി. നീ വാ, എല്ലാം ശരിയാക്കും. ഓ ഈ ബിനീഷിനെ സമ്മതിക്കണം അല്ലടാ. മിനിഞ്ഞേണ്ട ഞാൻ എവിടെ പോവാ മിനിഞ്ഞേണ്ട? ആ അന്ന് നമ്മുടെ വീട്ടിൽ സുമേഷ് ഇല്ലേ? ആ അവന്റെ ഓഫീസിൽ അവിടെ പോണോ? പോവാ. നീ വാ, നിനക്ക് കുറച്ച് പണിയുണ്ട്. എന്റെ മാല വല്ല മെട്രോയ്ക്ക് മേളിക്കൂടിയാ പോണേ. പൊന്നുമോനെ ഈ പാലം കൂടെ ഇടിച്ച് പൊളിച്ചേക്കില്ല. നീ വന്നേ. ദൈവമേ ദുബായ് മെട്രോ കാത്തോണേ. ബിനീഷ് എവിടാ? എന്താ എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യണത്? ഓ ആ ശരി ഓക്കെ. ആ ഓ സുമേഷ് ഏട്ടാ, ആ എമിറേറ്റ്സിന്റെ ടെൻഡർ സബ്മിഷൻ ആണല്ലേ? ഞാൻ അറിഞ്ഞു. കോൾ അടിച്ചല്ലോ. വാ ഇന്നത്തോടുകൂടി എന്റെ എല്ലാ പ്രശ്നങ്ങളും തീരോടെ. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഗുഡ് മോർണിംഗ് സാർ. സുമേഷ്, നമ്മുടെ ടെൻഡർ സബ്മിഷൻ എന്തായി? സാറേ എല്ലാം റെഡിയാണ്. ഞാൻ അടിച്ചു വെച്ചിരിക്കുകയാണ്. 12 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ മെയിലുള്ളൂ. നമ്മുടെ പ്രൈസ് വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ഈ ടെൻഡർ പ്രൈസുകളും മറ്റേ ലാസ്റ്റ് മിനിറ്റ് അയക്കണതാണ് നല്ലത്. കാര്യം ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഓഫീസിലുള്ള ചിലവന്മാര് തന്നെ ചോർത്തി പ്രൈസുകൾ പുറത്തു കൊടുക്കാനുള്ള ചാൻസുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് വരെ വെച്ചേക്കണത്. Send me an email and also a copy to Vijesh. Okay? ഓ Yes. ഓ ശരി സാർ. ഇത് നടന്നു തന്നെ. നീ ഇങ്ങോട്ട് വേടാ. ഹലോ ഹായ് സുമേ. ഹലോ ഹായ്. ദേ നിന്റെ ഡയറി. അയ്യോ എന്തിനല്ലേ ഇത്? എടാ ഇത് തരാൻ വേണ്ടി മാത്രമാണ് എന്റെ പേര് ഇവിടെ വരാൻ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് എന്റെ കൂട്ടുകാരൻ കുക്കു. ഹായ് കുക്കു. നൈസ് നെയിം. അയ്യോ എന്തോ നടയത്? അവനല്ലേ എനിക്ക് ഹായ്. കുഞ്ഞനാ. ഓ തുടങ്ങിക്കോ. എങ്ങനെയാ? വിജേഷിനെ പറ്റി ഒത്തിരി കേട്ടിട്ടുണ്ട്. സുമേഷ് വാ വിളിച്ചാ തന്റെ കാര്യം പറയാനുള്ളൂ. അറിയോ? ഈ സുമേഷ് ഏട്ടന്റെ ഒരു കാര്യം. കുക്കു നീ വന്നേ. നിനക്കറിയോ ഇത് ആരാന്നറിയോ? ആ സുമേഷേ പറഞ്ഞു കൊടുക്ക്. നീ വിചാരിക്കണമല്ലൊന്നും അല്ലാട്ടാ. അവ ആളാരാണെന്നാണ്. ജഗ ജില്ലയാണ്. 10 തല തനി രാവണ. വാ പക്ഷെ ആ എളിമ ഉണ്ടോ? അതാണ് കഴിഞ്ഞ 3 മാസത്തെ സെയിൽസ് ചാമ്പ്യൻ. ഫുൾ കമ്പനിയുടെ ടാർഗറ്റ് തലയിൽ ഒറ്റയ്ക്ക് ചുമന്നുകൊണ്ട് പോയവൻ. ശ്ശോ. ഓ ഭയങ്കരം തന്നെയല്ലേ കുക്കു? ഈ കമ്പനിയുടെ ഓവറോൾ ബെസ്റ്റ് പെർഫോമർ ആരാ? ആരാ? ദേ ഇവൻ. ദേ കുക്കു കേട്ടോ? ഈ കമ്പനിയുടെ മൊത്തം പെണ്ണുങ്ങളുടെ ഹാർട്ട് റോബ് ഇന്ന് ആരാ? ആരാ? ദേ ഇവൻ.
ഭയങ്കരം തന്നെയല്ലേ കുക്കു? പിന്നെ നമ്മുടെ കമ്പനിയുടെ MD ഇന്നത്തെ വലം കൈ ആര്? ആര്? ദേ ഇവൻ. എന്തൊരു അത്ഭുതമല്ലേ കുക്കു? കുക്കു ഏട്ടാ മിണ്ടായി നീ ഇവിടെ ശ്രദ്ധിക്കൂ കുക്കു. സുമേഷേ, അവന്റെ ലുക്ക് കണ്ടോ, ഗ്ലാമർ കണ്ടോ, അവന്റെ താടി കണ്ടോ, ഹെയർ സ്റ്റൈൽ കണ്ടോ, ഫ്രീക്ക് ലുക്കും ഗേൾസിന്റെ രോമാഞ്ച കഞ്ചകവും, കോച്ച്മാൻ കരാട്ടെ, സ്വിമ്മിങ്, ബികോം ഫസ്റ്റ് ക്ലാസ് MBA ഡിസ്റ്റിങ്ഷൻ, മ്യൂസിക്കൽ ഫാമിലി, ഫ്ലൂട്ട് വരെ വായിക്കും. സുമേഷ് ഏട്ടാ ഇങ്ങനെയൊന്നും പറയല്ലേ. എന്താ ഇത് ഒരനക്കമില്ലല്ലോ. ദോശ കോട്ട സുന്ദരൻ സുമുഖൻ സുശീലൻ സൽസ്വഭാവി കരുണാധ്വനി കണ്ടിലുണ്ടേ. സത്യസന്ധൻ നിത്യസായി പരമാവധി വിദ്യാസമ്പന്നൻ അതിവിജ്ഞാനി വിജ്ഞാന കോശം. അങ്ങോട്ട് നോക്കണം. നിസ്വാർത്ഥൻ ശുക്ലാദിപൂർണൻ പാണ്ഡവകുലത്തിൻ ഉന്നത കുലജാതി. ടെണ്ടിമകൽപ്പൻ കോമളാങ്കൻ സുസ്മേരവദനൻ കരുണാർദ്ര മനസ്കൻ ആണടാ. അനുകമ്പാർദ്രൻ സനാതന സൽക്കർമ്മി സദാചാര സംഹിതൻ സംസാര ശൂന്യൻ കോമളാങ്കൻ ത്യാഗശീലൻ. What nonsense? What the hell is happening here? നീ ഇവിടെ കുഞ്ഞു കളിച്ചോണ്ടിരിക്കണോ? ടെൻഡർ സബ്മിഷൻ എന്തായി? മെയിൽ അയച്ചോ? സാർ അത് ഞാൻ നമ്മുടെ കമ്പനിയെ പറ്റി ഇവരോട് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇച്ചിരി വാചാല പുളകിതനായി പോയതാണ്. ഞാൻ ഇപ്പൊ അയക്കാം. പെട്ടെന്ന് ആട്ടെ. അവന്റെ അമ്മൂമ്മയുടെ കളിപ്പായോ? ഞങ്ങൾ പോട്ടെ. ഒരു മിനിറ്റ് ഞാൻ ഈ മെയിലൊന്ന് അയച്ചോട്ടെ. നിങ്ങൾ ഇത്ര നേരം എന്നെ പൊക്കി പറഞ്ഞില്ലേ, 10 മില്യന്റെ എമിറേറ്റ്സിന്റെ പ്രൊജക്റ്റാ റിലീസ് ചെയ്യാൻ പോണേ. ഇത് കഴിഞ്ഞാൽ നമ്പർ 1 പെർഫോമറാ. പോലെ ഇത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. ഇപ്പൊ കഴിയും. മുണ്ടായി മുട്ടായി നീ 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 വിനീഷ് പോലെ. ഓക്കെ ഓക്കെ ശരി. ഓ ഗോഡ്, സുമേഷ് പണിയിട്ടതിന് മുമ്പ് വാടാ. യു ഇഡിയറ്റ്. ആരെ കോണെന്ന് നോക്കിയാ മെയിൽ അയക്കുന്നത്? എന്തിനു പറ്റി സാർ? ഞാൻ കറക്റ്റ് മെയിൽ അയച്ചല്ലോ. ആർക്ക് മെയിൽ അയച്ചെന്ന്? ഇയാള് ആർക്കാ മെയിൽ അയച്ചത്? യൂസ്ലെസ് ഫെല്ലോ. പ്രൊജക്ട് മൂഞ്ചി. കണ്ണു തുറന്ന് നോക്കണം പോട്ടാ. എന്താ സാർ? സുമേഷ് ഏട്ടാ ടെൻഡർ മേൽ പോയത് കോമ്പറ്റീറ്റർക്കാ. മരക്കഴുത 10 മില്യനാ കൊണ്ട് തൊളിച്ചത്. യൂസ്ലെസ് ഇഡിയറ്റ്. യു ഫയർഡ്. ഓടിക്കോടാ. മിണ്ടായിരടാ. എന്നാ പറ്റി? വാ പോകാം, ആന വരുന്നു, വാ. എന്നെ ഇവിടെ എടുത്തോണ്ട് പോടാ.